ഇതെപ്പോഴാണ് ലോഡൊക്കെ വരുന്നത്? എങ്ങനെയാണ്? 4 മണി. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലോഡ് നിറയുമ്പോൾ വീണ്ടും അടുത്ത ലോഡ് കയറ്റി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇവിടെ തട്ടിയിട്ടേക്കുന്നുണ്ട്. ഇത് മിക്സാണ് കേട്ടോ. എല്ലാ പൂവും ഉണ്ട് ഇതിനകത്ത്. റായകോട്ട, ബാംഗ്ലൂർ, ആന്ധ്ര, ഓസ്. കല്യാണത്തിന് മാല ഉണ്ടല്ലോ, അതിനിടുന്നതാണ് കേട്ടോ. മല്ലി അവിടെ മുല്ലപ്പൂവല്ല. അപ്പോൾ ഓണമൊക്കെ അല്ലേ? ഓണം അടുത്ത മാസം ചിങ്ങം തൊട്ട് വില കൂടൂല അന്നേരം. முன்னாடினா ரேட் ஜாஸ்தியா இருக்கும்ல நிச்சயமா. அப்பனா இங்க நிக்கவே முடியாது. ഓക്കേ. റോഡിലേ ട്രാഫിക് ആയിരുന്നു. அப்படியா? എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത ട്രാവലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കറക്റ്റ് ആ സ്പോട്ടിങ് സ്ഥലത്ത് എത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പം നമ്മളിപ്പോൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന കന്യാകുമാരിയിലെ തോവളൈ ഫ്ലവർ മാർക്കറ്റിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഓണമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ പൂക്കളുടെ അഭിഷേകങ്ങളായിരിക്കും. അപ്പം ആ ഒരു ഫ്ലവർ മാർക്കറ്റാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കന്യാകുമാരി അവിടെ ഒരു വിവേകാനന്ദ പാറയിലും അവിടെയൊക്കെ നമ്മൾ പോയതാണ്. പക്ഷെ അങ്ങ് വരെ പോകുന്നില്ല, അതിന് കുറച്ചുകൂടി ബാക്കിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് 2-3 പ്ലേസും കൂടി കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവേ നമുക്ക് ഞായറാഴ്ചയാണ് ആകെ ലീവുള്ളത്. ഇതിന് പെട്ടെന്നൊരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഞാനിപ്പോൾ കറക്റ്റ് കറക്റ്റ് എത്തിയില്ല. ഇനി ഏകദേശം ഇവിടുന്ന് ഇനി നാഗർകോവിലിന് ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഡിങ് ഇറക്കാൻ, ഈ പൂക്കളുടെയൊക്കെ ലോഡിങ് ഇറക്കുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് നമ്മളെ തോവളൈ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സാധനങ്ങളെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ലോഡ് വന്നതാണ്, ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക അതിനകത്ത്. അതുപോലെ അതിനകത്തുണ്ട് കേട്ടോ. ആ വണ്ടിക്കകത്ത് ഫുള്ള് ലോഡാണ്, ഇതിനകത്ത് ലോഡാണ്. അവിടെ ഇതിനകത്തിപ്പോൾ ഫുള്ളും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പം ഈ ഓരോരോ സെറ്റ് പൂവുണ്ടോ അവരെല്ലാവരും അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാണ്ട് ഈ ഒരു സ്ഥലത്താണ് തോന്നുന്നു ഇവർ ഈ തട്ടിയിടുന്നത്. അതേപോലെ ഉള്ളപ്പോളാ കേരള നമ്മുടെ കടപ്പാക്കട, കൊല്ലം പറയും. കൊല്ലം കടപ്പാക്കട. ഇതെപ്പോഴാണ് ലോഡൊക്കെ വരുന്നത്? എങ്ങനെയാണ്? 4 മണിക്ക് വരും അല്ലേ? ഓ, അതിൻ്റെ അതുകൊണ്ട് പൂക്കൾ ഫുള്ള് ഇത് കെട്ടി പണിഞ്ഞോണ്ടിരിക്കുകയാണ്. ഒന്ന് സെഞ്ചു മുടിക്കാൻ എவ்வளோ டைம் എടുക്കുന്നേ? നാളെ കൊടുത്ത് ശരിയ മാല ഉണ്ട്. ഓ, പെട്ടെന്ന് മുടിയും വലിയ ആറാണ് സമയം എടുക്കുമോ? பூவை கண்டு இருக்கு. 2-3 பேர் கிரைம் பிரான்ச் ஆட்கள்லாம் உண்டு வரல. அவங்க கிரைம் பிரான்ச்சில் டியூட்டின்னு சொல்லி போயிட்டாங்க.
ആ ശരി ശരി. ഏ ഇവിടെ வந்து வீடியோ எடுக்க போக கூடாது. ഇല്ല ഇതൊക്കെ വീഡിയോ എടുക്കണം, ഇവിടെ അകത്ത് വന്ന് വീഡിയോ എടുത്തിട്ട് പോകണം. ഓ ശരി ശരി ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരോ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഈ ഇവിടെ ഫുള്ളും പൂവിൻ്റെ സെറ്റിന് കൊണ്ടിടത്തേ ഉള്ളതായിരിക്കും. നമ്മളിപ്പം കയറിയ കാര്യം മാലയുടെ സെക്ഷൻ എത്താണ്. അപ്പോൾ അവർ ഈ ഓരോരോ ആൾക്കാർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണിത്. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും നല്ല തിരക്കിലാട്ടോ. അതായത് ഈ വരുന്ന സാധനങ്ങളെല്ലാം ലോഡ് വരുന്ന ഫുള്ളും അടുത്ത സ്ഥലത്തോട്ട് കയറ്റി വിടുകയാണ്. അടുത്ത ലോഡ് പോകുന്ന അടുത്ത ലോഡ് പോകുന്നത് പിന്നെ ഇനിയും സാധനങ്ങൾ വരാനുണ്ടോ തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഓരോ റോ കണക്ക് ബേസായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കിലോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാവരും നല്ല തിരക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലോഡ് നിറയുമ്പോൾ വീണ്ടും അടുത്ത ലോഡ് കയറ്റി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഞാൻ അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും കവറിൽ തൂക്കിയിട്ട് വെച്ചു കേട്ടോ. ഇതൊക്കെ ചെറിയ റോസാപ്പൂ. ഇതെനിക്ക് ഈ ഷീറ്റൊക്കെ ഇട്ടാൻ തോന്നുന്നു കേട്ടോ. മുമ്പ് ഓപ്പൺ ആയിരുന്നു ഇവിടെ. കണ്ട വണ്ടി അടുത്ത ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് ലോഡ് അടുത്ത ലോഡിട്ട് കയറ്റി. അപ്പോൾ ഈ രാവിലെ ഈ തണുപ്പും പിടിച്ച് വരുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നാക്ക് ഉഴറുന്നുണ്ട്. ആരും ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ലോഡ് ഇവിടുന്ന് കയറ്റി അടുത്ത വണ്ടിക്കകത്ത് കയറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ തട്ടിയിട്ടേക്കുന്നുണ്ട്. ഇത് മിക്സാണ് കേട്ടോ. എല്ലാ പൂവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ലോഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും നല്ല തണുപ്പുള്ളതുകൊണ്ട് തൊണ്ട ഫുള്ള് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂനിയായിട്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ എല്ലായിടത്തും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം ഓരോന്ന് കാണിച്ചു തരാം. 1-2 അല്ല, ഏകദേശം ഒരു 85 കട ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ പാക്ക് ഓരോരോ കിലോ ആയിരിക്കാം കേട്ടോ. തൂക്കിയിട്ട് അല്ല, ഓരോരോ കിലോ ഉണ്ടോ. അയ്യോ നല്ല തണുപ്പുണ്ടേ. ഇതാണ് നമ്മുടെ തോവളൈ ഫ്ലവർ മാർക്കറ്റ്. എന്താണ് കൂനിയായിട്ട് കൂട്ടി വെച്ചേക്കുന്നുണ്ടോ? ഇത് മിക്സഡാന്ന് തോന്നുന്നു. മിക്സഡ് മുല്ലപ്പൂ. ഇതിനൊക്കെ എത്ര സ്വർണ്ണ വിലയായിരിക്കും. ഇതെല്ലാം എவ்வளோ ഉണ്ടേ?
മുല്ലപ്പൂ தானே இது வந்து நந்தியாட்ட கல்யாண மாலை. கல்யாண மாலையா? கல்யாண மாலை. மற்ற மல்லிப்பூ இல்லையா? மல்லிப்பூ வந்து ஒரு 10 மணி போகிற நேரத்துள்ள பூ வச்சு கட்டி வச்சிருப்போம். ஓ அது வந்து கருப்பு. ஓ அது கிலோ எவ்வளோ வரும்? கிலோ வந்து 400, நேற்று வந்து 600 கிட்ட இருந்து. அப்படியா? இன்னைக்கு கொஞ்சம் விலை கம்மி. ஓ ഇത് 50 മുല്ലപ്പൂവല്ല, ഇത് வந்து പേരെന്നെ നന്ദിയാട്ട. നന്ദിയോട്ട, അതായത് നമ്മൾ ഈ കല്യാണത്തിന് ഇടുന്ന മാലയുടെ ഒരു ഇടുന്ന ടൈപ്പാണ് കേട്ടോ, നമ്മളെ മല്ലിപ്പൂവല്ല. மல்லிப்பூ மாலை கட்டி வச்சிருப்பாங்க. கருப்பு. என் பேர் முத்து. இங்கே கன்னியாகுமரி மாவட்டத்தில் தோலையில் எம்ஜிஆர் பூ மார்க்கெட் இது. இங்கே பூ எங்கேருந்துலாம் வருதுன்னா ராயக்கோட்டை, பெங்களூர், ஆந்திரா, ஓசூர் இது மாதிரி வெளியேருந்துலாம் வருது. இங்கேருந்து வெளியே போகிறது கேரளா, மார்த்தாண்டம், வெளியே அதே மாதிரி எல்லா இடத்துல லக்கேஜ் போடும். பூ எல்லாம் பூவும் இங்கே இருக்கும். நீங்கள் எனக்கு மாதிரி ஊட்டி ரோஸ்லேருந்து ஆந்திரா, பெங்களூர் எல்லாம் பூவும் இருக்கும். இப்போ எல்லா நாளுமே 24 ஹவர்ஸுமே இருக்குமா? 24 ஹவர்ஸ்லாம் இருக்காது, வருஷத்தில் 365 நாளும் இருக்கும். காலையில் 2 o'clockலேருந்து ஒரு 12 மணி போல் இருக்கும். அதுக்கப்புறம் வெளியே பூ மட்டும் இல்லை, லோக்கலில் பனகுடி, காவல் கிணறு இங்கே இருந்தெல்லாம் ரோஸ் பேம்பரத்தில் தான் பூ வரும். அதுக்கப்புறம் இங்கேருந்து எக்ஸ்போர்ட் ஆகிறது லண்டன், அதெல்லாம் எக்ஸ்போர்ட் ஆகும். இது மிக்ஸ் ஆக்குறீங்களா? கிலோ எப்படி இது? கிலோ 40 ரூபா. ഓക്കെ ബ്രോ. ഓൻ പേര് മുത്തുവാ? ഏൻ പേര് മുത്തുവേ. അടുത്തല്ലിരുന്ന വന്നോണ്ടിരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ കേട്ടോ, ഇഷ്ടം പോലെ. ഈ കാണുന്ന ഫുള്ള് നോക്കിയേ. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കവർ ചെയ്ത് പോവാം, അതായിരിക്കും നല്ലത്. കണ്ടോ, ഇതൊക്കെ എനിക്ക് ഇത് നമ്മളെ കല്യാണത്തിന് മാല ഉണ്ടല്ലോ അതിലിടുന്നതാണ് കേട്ടോ. അവളെ മുല്ലപ്പൂവല്ല, അത് ശ്രദ്ധിക്കണേ. മലയാളം നല്ലോണം സംസാരിക്കുന്നല്ലേ? അമ്മ തൊട്ടിയമ്മ ആറ്റെങ്കിൽ ഒരു പറവൂർ, കിളിമാനൂർ, വാങ്ങമൂട്. കറക്റ്റ് ഇത് എവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ? കർക്കിടക മാസമാണ്. കർക്കിടക മാസം വില കുറവല്ലേ? അല്ല ഇപ്പൊ ഓണമൊക്കെ അല്ലേ? ഓണം അടുത്ത മാസം ചിങ്ങം തൊട്ട് தான் വില കൂടൂല്ലേ അന്നേരം? ഇപ്പെല്ലാം വില കുറവ് സാർ. അന്ന് പിന്നെ ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും അല്ലേ? ഓക്കെ. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വരാൻ നോക്കാം, അന്ന് വരുവാണെങ്കിൽ എനിക്ക് ഫുള്ള് ചോദിച്ച് തിരക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. നോർമലി ഇതിന്റെ റേറ്റ് എല്ലാം കുറവാണ്. അതേപോലെ ചിങ്ങം കഴിയുമ്പം റേറ്റ് എല്ലാത്തിനും കൂടും. അതേപോലെ മുല്ലപ്പൂവും ഇതിനെല്ലാം റേറ്റ് നല്ല ജാസ്തിയാട്ടോ. പക്ഷെ അന്നേരം നമ്മൾ ഇതിനകത്തോട്ട് എൻട്രി ആവുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല, നല്ല തിരക്കായിരിക്കും. ഇതിപ്പോ ഓരോന്നോരോന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചിങ്ങം തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കാനേ പറ്റാത്ത അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ടൊന്നും വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഈ പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം സെറ്റ് വെച്ചേക്കും. ഇനിയിപ്പോൾ ഇനി വരാനുള്ളതാണോ എന്തോന്നും അറിയത്തില്ല. അപ്പൊ എനിക്കൊന്ന് ഇനിയിപ്പോ എന്തെങ്കിലും പൂക്കൾ ഇനിയും വരാനുള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ ഓരോരോ പാക്കറ്റ് കിലോ ബേസിൽ തൂക്കി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇത് 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണിക്കാണ് ഇവിടെ ലോഡ് വരുന്നത് കൂടുതലും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൂമാല കെട്ടാനുള്ള വാഴയിലാട്ടോ. ഇത് ഫുള്ളും മാർക്കറ്റ്. ഓക്കെ.
പൂവിനെല്ലാം റേറ്റ് കുറവാണ് കേട്ടോ. ചിങ്ങം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റ് ജാസ്തി, റേറ്റ് കൂടും. அந்தரிச்சி நான் ஒரு 1.5 வருஷம் மட்டும் வேலை பார்க்கணும். இங்கே எல்லா பூ மேக்ஸிமம் ஓசூரில் தான் வரும். ரொம்ப இந்த டைம் சீசன்னால ரேட் இருக்காது, பூலாம் ரொம்ப ரேட் இருக்காது. ஓணம் வர்றதுக்கு ஒரு 10 நாள் முன்னாடி தான் ரேட் ஆரம்பிக்கும். இப்போ கோயில் சீசன் கிடையாது பார்த்தீங்களா, அதனால ரொம்பலாம் ரேட் இருக்காது. கடைசி மார்ச் சித்திரை மாதத்தோட முடிஞ்சு சீசன் ஓணம் வந்தால் தான் அடுத்த சீசன். 10 நாளுக்கு முன்னாடினா ரேட்டு ஜாஸ்தியாக இருக்கும்ல, நிச்சயமா கொஞ்சம் ரேட்டு ஜாஸ்தி. அப்போனா இங்கே நிற்க முடியாது. ஓகே, ரோட்லேயே டிராஃபிக் ஆகிடும். அப்படியா? கூட்டம். ഓ ശരി ശരി. അപ്പോൾ ഈ ഓണത്തിന് 10 ദിവസം മുമ്പാണ് കേട്ടോ ഇവിടെ നല്ല തിരക്ക്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും വരാൻ പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും ഇവിടെ. ഇതിപ്പോൾ ഓരോന്നോരോന്ന് വരുന്ന ലോഡുകൾ മൊത്തം ഇവിടെ തട്ടിയിട്ടിട്ട് നേരെ ഈ ട്രേക്കകത്തോട്ട് എല്ലാം ഓരോന്നോരോ ഇടുവാണ്. ഇത് കറങ്ങിയിടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെരുപ്പിട്ട് നടക്കണ്ട. നമുക്ക് കറങ്ങി ഒന്ന് നോക്കാം. ഇതിനകത്തുണ്ട്, ഇതും ഓരോരോ ട്രേ ആയിട്ട് എല്ലാം സെറ്റ് വെച്ചേക്കാണ്. അപ്പോൾ പൊതുവെ തിരക്ക് കുറവാ. ഓക്കെ, ഇതാണ് കറക്റ്റ് നമ്മളാ ഒരു സെൻറ്റർ ഉണ്ട്. ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഒരു കോർണറിലാണ് നിൽക്കുന്നത്. ഈ കോർണറിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. എനിക്കൊന്ന് ഇപ്പോൾ പൊതുവെ പൂക്കളെല്ലാം കുറവാണ്. അപ്പോൾ എനിക്കൊന്ന് ഇനിയും വരുത്തുള്ളായിരിക്കും കേട്ടോ. ഇനിയിപ്പം ഓണത്തിന് ആ സമയം ആകുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് എന്തൊക്കെയാലും എനിക്കൊന്ന് ഇതിപ്പോൾ ഈ 4 മണിക്ക് വന്ന ലോഡ് ഫുള്ള് ഇവർ തട്ടിയതാണ് ഈ ട്രേക്കകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പാക്ക് ചെയ്ത് വിടുമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും വണ്ടി ഇതിനകത്ത് കയറ്റി, ഞാൻ വണ്ടി അവിടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. എന്താ ഇതെനിക്കൊന്നും ഇതിപ്പം കുറച്ച് എല്ലാം തീർച്ചയായിട്ട് പോകാൻ തോന്നും. ഇപ്പൊ പൂവ് കമ്മിയാതാ പറയുന്നത് പല്ല്. ഇതിപ്പോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം തീർന്നെന്ന് തോന്നുന്നു.
ശരി എന്നാ പോട്ടെ കേട്ടാ കേട്ടാ കേട്ടാ. എടുത്താ ആ അടുത്തടുത്ത് ഇറങ്ങി വരുമ്പോൾ അടുത്ത കൂടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഞാനും വിചാരിച്ചത് ചെറുതായിരിക്കും കേട്ടോ, അകത്തോട്ട് കയറുമ്പോഴേ അറിയാം